നടൻ ദിലീപിന്റെ കൂട്ടത്തിലുള്ള കുറച്ച് സംഘാംഗങ്ങളുമൊക്കെ ശബരിമലയിൽ ദർശനം നടത്തിയതിനെ വലിയ രൂക്ഷമായ ഭാഷയിലാണ് ഹൈക്കോടതി വിമർശിച്ചത്. ഏതാണ്ട് എല്ലാ ദിവസങ്ങളിലും ശബരിമലയുമായി ബന്ധപ്പെട്ട കേസുകൾ ഹൈക്കോടതിയുടെ ബെഞ്ച് പരിഗണിക്കുന്നുണ്ട് എന്നത് പ്രധാനമാണ്. ഈ മണ്ഡലകാലത്ത് ഉടനീളം അത് ഉണ്ടാകും. ഇന്നിപ്പോൾ കോടതി അധികം കേസുകൾ പരിഗണിക്കാത്ത അല്ലെങ്കിൽ അവധി ദിവസം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു ദിവസം കൂടിയാണ്. പക്ഷേ ഇന്ന് ശബരിമല കേസ് പരിഗണിച്ചു. ഒപ്പം CCTV ദൃശ്യങ്ങൾ കോടതി കണ്ടു. ഇന്നലെ CCTV ദൃശ്യങ്ങൾ ഹാജരാക്കാൻ ദേവസ്വം ബോർഡിനോട് കോടതി ആവശ്യപ്പെട്ടിരുന്നു. അത് ഇന്നും വിമർശനമുണ്ടായി. കാരണം VIP പരിഗണന നൽകിയതുപോലെയുള്ള സംഭവങ്ങൾ ദിലീപിന് ഇനി ആവർത്തിക്കരുത് എന്ന് ഹൈക്കോടതി പറയുകയാണ്. ഇക്കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ട ദേവസ്വം ബോർഡാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉത്തരവാദിത്തമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സത്യവാങ്മൂലം നൽകാനും കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ച പശ്ചാത്തലമുണ്ട്. അങ്ങനെ വലിയ വിമർശനം ഇന്ന് കോടതിയുടെ ഭാഗത്തുണ്ടായി. മറ്റ് ഭക്തർക്ക്, അതായത് ഈ അനവധി ഭക്തർ, അന്ന് സ്ത്രീകളും പ്രായമായവരും അടക്കമുള്ള ആളുകൾ, കുഞ്ഞുങ്ങൾ അടക്കമുള്ള ആളുകളൊക്കെ ഒരുപാട് പേർ വന്നു പോകുന്ന സ്ഥലമാണ്. അന്ന് ഈ ദിലീപ് വന്നതുകൊണ്ട് കുറെ ആളുകൾക്ക് ദർശനം കിട്ടിയില്ല എന്നൊരു ആക്ഷേപം കൂടി ഉണ്ടായി. അതും കോടതി ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ആജ്ഞ ഇതിപ്പോൾ വലിയ വിമർശനമാണ്. ഇന്നും ദേവസ്വം ബോർഡിനോട് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്ന ഇനിയും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കരുത് എന്നുള്ളതാണ്. ഇന്ന് ഈ കേസ് പരിഗണിച്ചപ്പോൾ കോടതി പറഞ്ഞു വെച്ച വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നു, ഇനി ഇതിൽ എന്തൊക്കെ തുടർ നടപടികൾ വേണമെന്നാണ് കോടതി ആവശ്യപ്പെട്ടത്? പ്രധാനമായും കോടതി ചൂണ്ടിക്കാട്ടിയത് ദിലീപിനെ പോലെ VIP പരിഗണനയിലുള്ള ദർശനം നൽകുന്ന സംഭവങ്ങൾ ഇനി ആവർത്തിക്കരുത് എന്നുള്ള മുന്നറിയിപ്പാണ് കോടതി നൽകിയത്. കാരണം ഇത് കഴിഞ്ഞ ദിവസം സുനിസ്വാമിയുടെ ഹർജി കോടതി സ്വമേധയാ പരിഗണിച്ച ആ ഹർജി പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് കോടതി എല്ലാ ഭക്തന്മാർക്കും തുല്യമായ പരിഗണന നൽകണം എന്ന് നിർദ്ദേശം വെച്ചത്. അതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് ദിലീപിന് ഇത്തരത്തിൽ VIP പരിഗണന നൽകുന്നതും. അത് ഹരിവരാസന കീർത്തനം ചൊല്ലുന്ന സമയത്ത് തന്നെ 8 മിനിറ്റോളം ദിലീപ് നടയുടെ മുൻപാകെ തുടരുന്ന സാഹചര്യവും ദിലീപും ഒപ്പമുള്ളവരും അത് മറ്റ് ഭക്തന്മാരുടെ ദർശനം തടയുന്ന തരത്തിലേക്ക് മാറുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്നുള്ള നിർദ്ദേശം കോടതി മുൻപോട്ട് വെച്ചത്. അതിനുശേഷമാണ് ഈ കാര്യത്തിൽ കർശനമായ നിർദ്ദേശവുമായി കോടതി മുൻപോട്ട് വന്നത്. അതായത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കരുത്. ഈ വിഷയത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സത്യവാങ്മൂലം നൽകണമെന്നും സോപാനം ഓഫീസർ, അതുമായി ചുമതലയുള്ള ഓഫീസർ ഇതിൻ്റെ റിപ്പോർട്ട് നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ദിലീപിനെ പോലുള്ള VIP കാരണം 3-4 മണിക്കൂർ ക്യൂ നിന്ന് അല്ലെങ്കിൽ ക്യൂവിൽ നിന്ന് നിരനിന്ന് വരുന്ന ആളുകൾക്ക്, ഭക്തന്മാർക്ക് ദർശനം കിട്ടാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഹരിവരാസനം ചൊല്ലുന്ന സമയത്ത് മാക്സിമം ഭക്തന്മാരെ അതിലേക്ക് കടത്തിവിടാൻ നോക്കണം. മാക്സിമം ആളുകൾക്ക് അപ്പോൾ ദർശനം നൽകാൻ നോക്കണം. അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. ഈ 8 മിനിറ്റ് ഒരാൾക്ക് വേണ്ടി, ഒരു VIPക്ക് വേണ്ടി മാത്രം റിസർവ് ചെയ്ത് വെക്കുന്ന സാഹചര്യം അനുവദനീയമല്ലെന്നാണ് കോടതി പറഞ്ഞത്. മാത്രമല്ല സ്ത്രീകളും കുട്ടികളും അടക്കം, നമുക്കറിയാം 53 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളാണ് വരുന്നത്. സ്വാഭാവികമായിട്ടും മുതിർന്ന ഏജ് ഗ്രൂപ്പിലുള്ള സ്ത്രീകളാണ് വരുന്നത്. അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകാം. 4-5 മണിക്കൂർ ക്യൂ നിന്ന് ശബരിമലയുടെ 18ാം പടിക്ക് മുൻപാകെ തന്നെ ദർശനം കാത്തു നിൽക്കുന്ന സാഹചര്യം തന്നെ മണിക്കൂറുകൾ നീളുന്ന അവസ്ഥയിലാണുള്ളത്. അങ്ങനെ ഈ മണ്ഡലകാലത്ത് 10,000-കണക്കിന് ഭക്തന്മാർ ഓരോ ദിവസവും വന്നു പോകുന്ന സാഹചര്യത്തിൽ പോലീസ് എന്ത് ആണ് ഇവിടെ ചെയ്യുന്നതെന്ന് കോടതി ചോദിക്കുകയുണ്ടായി. ആ ഒരു വിമർശനം പോലീസിന് നേരെയും അതുപോലെ ശബരിമലയ്ക്ക് മുൻപാകെ VIP-കളെ കടത്തിവിടുന്ന സാഹചര്യത്തിൽ VIP-കൾക്ക് ദർശനം നൽകുന്നതുമായി ബന്ധപ്പെട്ട ഭക്തന്മാരുടെ ദർശനം തടസ്സപ്പെടുന്ന സാഹചര്യം ഇനി ഉണ്ടാകരുത് എന്ന് തന്നെയാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. മറ്റുള്ളവർക്ക് ദർശനം നേടേണ്ടേ, മറ്റുള്ളവർക്കും ദർശനം തേടേണ്ടേ എന്ന് കോടതി ചോദിക്കുകയുണ്ടായി. അതായത് മണ്ഡലകാലത്ത് ഈ നോമ്പ് നോറ്റ് അല്ലെങ്കിൽ വ്രതമിരുന്ന് സന്നിധാനത്ത് അയ്യപ്പ ദർശനം തേടിയെത്തുന്നവരുടെ ദർശനം തടയുന്ന ഒരു നീക്കത്തിലേക്കാണ് ഇത്തരം സംഭവങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ഇനിമേലിൽ ആവർത്തിക്കരുത് എന്നുള്ള താക്കീത് തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇതുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലം നൽകാനുമാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ ദേവസ്വം വിജിലൻസിന്റെ ഒരു അന്വേഷണം ഉണ്ടായിരുന്നല്ലോ ആജ്ഞ, ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ റിപ്പോർട്ട് നൽകണമെന്നും ഇന്നലെ കോടതി ആവശ്യപ്പെട്ടിരുന്നു. വിജിലൻസ് വിശദമായി ഈ കാര്യം കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ? ഒപ്പം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കില്ല എന്ന് ഉറപ്പുവരുത്താൻ ദേവസ്വം ബോർഡ് ഏത് തരത്തിൽ മുന്നോട്ട് പോകണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. CCTV ദൃശ്യങ്ങൾ പെൻഡ്രൈവിൽ ഹാജരാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ പരിശോധന വേണം എന്നാണോ?
രഞ്ജിത്ത്, CCTV ദൃശ്യങ്ങൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്. കോടതി അത് പരിശോധിച്ചിട്ടില്ല. അതായത് പരിശോധിക്കുന്ന സാഹചര്യത്തിലായിരിക്കും ഒരു പക്ഷേ കൂടുതൽ നിർദ്ദേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത. എന്തായാലും നിലവിൽ ദേവസ്വം ബോർഡ് സത്യവാങ്മൂലം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിഷയത്തിൽ സത്യവാങ്മൂലം നൽകണമെന്നും അതുപോലെ സോപാനം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് വരും ദിവസങ്ങളിൽ തന്നെ പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കർശനമായ നിർദ്ദേശവുമാണ് VIP പരിഗണനയിൽ ശബരിമലയിൽ ദർശനം നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക്, അത്തരമൊരു ഇടപെടൽ സാഹചര്യത്തിൽ കോടതിയുടെ ഇടപെടലുണ്ടായിരിക്കുന്നത്. ജസ്റ്റിസ് അനിൽ K. നരേന്ദ്രനും ജസ്റ്റിസ് S. മുരളീകൃഷ്ണയും അടങ്ങിയ ഡിവിഷൻ ബെഞ്ചിൻ്റേതാണ് നിരീക്ഷണം. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കാലങ്ങളായി ശബരിമലയുടെ ദേവസ്വം റൂം കൈവശം വെച്ചിരിക്കുന്ന സുനിൽകുമാർ എന്ന ഷൊറൂർ സ്വദേശി സുനിൽകുമാർ എന്ന സുനിസ്വാമിയെ ചുറ്റിപ്പറ്റിയായിരുന്നു ആ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു കോടതി ഇത്തരത്തിൽ എങ്ങനെയാണ് ഡോണർഷിപ്പിന് അപ്പുറത്തേക്ക്, അതിൻ്റെ പരിധിക്ക് അപ്പുറത്തേക്ക് ഒരാൾക്ക് ദേവസ്വത്തിൻ്റെ റൂം കൈയടക്കി വെക്കാൻ കഴിയുക എന്ന് ചോദിച്ചിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് മറ്റുള്ള ഭക്തന്മാർക്കും തുല്യത നൽകണം, അല്ലെങ്കിൽ തുല്യമായി ഭക്തന്മാരെ പരിഗണിക്കണം, എല്ലാ ആളുകൾക്കും തുല്യ അവകാശമാണ്, അയ്യപ്പനെ കാണാൻ വരുന്ന എല്ലാ ആളുകൾക്കും തുല്യ അവകാശമാണ് എന്ന് ഡിവിഷൻ ബെഞ്ച് സൂചിപ്പിച്ചത്. ആ സൂചനയാണ്, അല്ലെങ്കിൽ ആ നിരീക്ഷണമാണ് ഈ ഒരു കേസും കൂടി പരിഗണിക്കാൻ തൊട്ടടുത്ത ദിവസം തന്നെ ദിലീപ് ഇത്തരത്തിൽ ശബരിമലയിൽ എത്തുകയും ഇത് ഭക്തന്മാരുടെ ദർശനം മുടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു എന്ന് കോടതി അതിൽ ഉടനടി കോടതി ഇടപെടുകയും ചെയ്തത് അത്തരത്തിലാണ്. എന്തായാലും റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്, കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള തുടർ നിരീക്ഷണങ്ങൾ അല്ലെങ്കിൽ തുടർ വിധികൾ, നിർദ്ദേശങ്ങൾ കോടതിയിൽ നിന്നും ഇനിയും ഉണ്ടാകാനിരിക്കുന്നതേയുള്ളൂ. ദേവസ്വം ബോർഡിന് ഇനി ഇതുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലം സമർപ്പിക്കാനുള്ള ചുമതലയുണ്ട്. സത്യവാങ്മൂലം സമർപ്പിച്ച ശേഷവും സോപാനം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിച്ച ശേഷവും കേസ് വീണ്ടും പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രഞ്ജിത്ത്. ശരി, ആജ്ഞ രവീന്ദ്രനാണ് വിശദമായി വിവരങ്ങൾ പങ്കുവച്ചത്.